ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്തല്ലേ, ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 4 ഘട്ട പരീക്ഷകളും അവസാനിച്ചു. നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല അറ്റംപ്റ്റ് ചെയ്ത് ഇതിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് 2025 നമ്മളെ കാത്തിരിക്കുന്ന ഒട്ടനവധി അവസരങ്ങളുമായിട്ട് നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് എക്സാംസ് ഉണ്ട്. നമ്മൾ ഏതിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുക, നന്നായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം തന്നെ നമുക്ക് നല്ലൊരു ജോലി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട 2025 നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾ. ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തേക്കുന്നത് ജനറൽ ആയിട്ടുള്ളത് മാത്രമല്ല, അല്ലാതെ SR കാറ്റഗറിയിൽ വരുന്നതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ജനറലി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. 10th ലെവലിൽ പ്രധാനമായിട്ടും വരുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം ആണ് ഇനി വരാനുള്ളത്. നമ്മൾ ഇതെല്ലാം തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കും, മോസ്റ്റ്ലി എല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഇനി വരാനുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള പരീക്ഷ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇനി ഏത് ക്ലാസ് ആണ് വേണ്ടത്, ഈ ഒരു എക്സാമിൻ്റെയൊക്കെ സിലബസും മറ്റു കാര്യങ്ങളും ഒക്കെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാം ഏതാണ്, ഏത് എക്സാമിന് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഏത് ക്ലാസ്സുകൾ തന്നാലായിരിക്കും ഏറ്റവും ഉപകാരപ്രദമായിട്ട് വരിക എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് സെഷനിൽ അറിയിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസം തൊട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. 10th ലെവലിൽ പ്രധാനമായിട്ടും വരുന്ന ഏതാണ്? അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉണ്ട്, അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ വരുന്നുണ്ട്, പോലീസ് കോൺസ്റ്റബിൾ വരുന്നുണ്ട്, IRB പോലീസ് കോൺസ്റ്റബിൾ വരുന്നുണ്ട്. 12th ലെവലിൽ നോക്കുകയാണെങ്കിൽ CPO വരുന്നുണ്ട്, വിമൻ CPO വരുന്നുണ്ട്, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ ഫയർ വുമൺ എന്നീ കാറ്റഗറിയിൽ വരുന്ന പരീക്ഷകളും 12th ലെവലിൽ വരുന്നതാണ്. ഇതെല്ലാം തന്നെ ഫോഴ്സ് ആയതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഡിഗ്രി ലെവലിൽ നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തത് ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ഉൾപ്പെടുന്ന ഒരു പരീക്ഷയല്ല, വേറെ തന്നെ ഒരു പരീക്ഷയാണ്. അതിന് അക്കൗണ്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരും. വേറെ തന്നെ ഒരു സിലബസ് ആണ്, ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ഡിഗ്രി ലെവലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഡിവിഷണൽ അക്കൗണ്ടന്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ ആണല്ലോ. ഓൾറെഡി വിളിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതാണ്. വേറെ തന്നെ ഒരു സിലബസ് ആണ്, ഇതിന് ലിമിറ്റഡ് അറ്റംപ്റ്റ് ഒക്കെയാണുള്ളത്. അപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തവർ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസ് ആണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കേ, ഇത് LDCയുടെ ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5, കേരളം ഭരണവും ഭരണ സംവിധാനവും 5, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കാണ്. ഭൗതികശാസ്ത്രം, രസതന്ത്രം എന്നിവ 3 മാർക്ക് വെച്ചും, കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നിവ 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്കാണ്. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനും, മാത്സ്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്കിനും, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ മലയാളം 10 മാർക്ക്. ഓക്കെ, ഏകദേശം LDCയുടെ സിലബസ് ആണ്. ഡീറ്റെയിൽഡ് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ പോലീസ് കോൺസ്റ്റബിളിന്റെ സിലബസ് ആണ്. പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ വിമൻ പോലീസ് കോൺസ്റ്റബിൾ. ഇവിടെ തന്നിരിക്കുന്നതിൽ സിലബസ് ഏകദേശം സെയിം ആണ്, പക്ഷേ അവിടെ വെയിറ്റേജ് കുറച്ച് വ്യത്യാസമുണ്ട്. നോക്കിക്കേ, ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം എന്നിവ 5 മാർക്കിനാണെങ്കിലും ഭരണഘടനയ്ക്ക് 8 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ വെയിറ്റേജ് കുറച്ച് കൂടിയിട്ടുണ്ട്. അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നതിൻ്റെ വെയിറ്റേജ് 5-ൽ നിന്നും 3 ആക്കി കുറച്ചിട്ടുമുണ്ട്. ഓക്കെ ആണോ? ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിൻ്റെ വെയിറ്റേജ് കുറച്ച് 4 ആക്കിയിട്ടുണ്ട്. ഭൗതികശാസ്ത്രം, രസതന്ത്രം സെയിം തന്നെയായിട്ട് 3 മാർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നിവയ്ക്ക് 4 മാർക്കും, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിൽ നിന്ന് 10 മാർക്കായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. വ്യത്യാസമാണ് നമ്മൾ പറയുന്നത്. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷ മലയാളം 10 മാർക്ക്. ഇവിടെ എക്സ്ട്രാ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. ഈ തസ്തികകളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് 20 മാർക്കിന് ഈ ഒരു പരീക്ഷയിൽ ചോദിക്കുന്നത്. അതുപോലെ ഇവിടെ IT-യും സുപ്രധാന നിയമങ്ങളൊന്നും സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല, അവ ഒഴിവാക്കിയിട്ടുണ്ട്. വെയിറ്റേജിന് വ്യത്യാസവും വന്നിട്ടുണ്ട്. ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കുമ്പോൾ 20 മാർക്കിന് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സിനെയും ഇവർ പാർട്ടായിട്ട് മാറ്റി തിരിച്ചിട്ടുണ്ട്. 4 ഭാഗങ്ങളായിട്ടാണ് സ്പെഷ്യൽ ടോപ്പിക്സിനെ തിരിച്ചിട്ടുള്ളത്. 1-ാം ഭാഗത്തിന് 4 മാർക്കാണ് വരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഭാരതീയ ന്യായ സംഹിത 2023,
അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഇതുപോലെ തന്നിട്ടുണ്ട്. ഡെഫിനിഷൻ, ജനറൽ എക്സ്പ്ലനേഷൻ, പണിഷ്മെന്റ്, ജനറൽ എക്സ്പ്ലനേഷൻ വേറെയും ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. രണ്ടാം പാർട്ടിൽ വരുമ്പോൾ 3 മാർക്കാണ് വരുന്നത്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 ഡീറ്റെയിൽസ് ആണ് രണ്ടാമത്തെ പാർട്ടിൽ വന്നിട്ടുള്ളത്. ഇത്രയും വിശദാംശങ്ങൾ സിലബസിൽ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ 2 മാർക്കാണ് വരുന്നത്. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എവിഡൻസ് ആക്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്തത് പാർട്ട് 4. പാർട്ട് 4 പിന്നീടും അവർ ഭാഗങ്ങളായി മാറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം കേരള പോലീസ് ആക്ട് 2011 ആണ്. 3 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. രണ്ടാമത്തേത് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 ആണ്. 2 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. അടുത്തത് പോക്സോ ആക്ട് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 2 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ലാസ്റ്റ് വരുന്നത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് RTI ആക്ട് 2005 2 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ഇത്തരത്തിലാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത് സിലബസിൽ. ഓക്കെ, അടുത്തത് സിവിൽ എക്സൈസ് ഓഫീസറുടെ സിലബസ് ആണ്. സിവിൽ എക്സൈസ് ഓഫീസറുടേതും ഏകദേശം സെയിം സിലബസ് ആണ്. ഭരണഘടനയ്ക്ക് വെയിറ്റേജ് കൂടുതലായിട്ട് 8 മാർക്കും കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നതിന് 3 മാർക്കും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെയിം ആണ്. ഇവിടെ ചേഞ്ച് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. സ്പെഷ്യൽ ടോപ്പിക് നോക്കുകയാണെങ്കിൽ മാർക്ക് 20 മാർക്ക് തന്നെയാണ്. പക്ഷേ മോഡ്യൂൾ വൈസ് ആണ് ഇവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വ്യത്യാസമുണ്ട്, നോക്കാം. 6 മോഡ്യൂളായിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ മോഡ്യൂളിന് 4 മാർക്കാണ് വരുന്നത്. അബ്കാരി ആക്ട് 1075 എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നത്. അബ്കാരി ആക്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ 4 മാർക്കിനാണ് പരാമർശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ മോഡ്യൂൾ വരുന്നത് NDPS ആക്ട് ആണ്. 2 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. മൂന്നാമത്തെ മോഡ്യൂൾ 3 മാർക്കിനാണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് 1968 ആണ് 3 മാർക്കിന്റെ ചോദ്യമായിട്ട് വരുന്ന ഭാഗം. മോഡ്യൂൾ 4 ഫോറിൻ ലിക്കർ റൂൾസ് 3 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് മോഡ്യൂൾ 4. മോഡ്യൂൾ 5 COTPA വരുന്നത് 3 മാർക്കിനാണ്. ഇവിടെ മോഡ്യൂൾ 6 കൊടുത്തിട്ടുണ്ട് 3 മാർക്കിന് തന്നെയാണ്. ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ആൽക്കഹോളിസം, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2 മാർക്കിന് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത്. നേരത്തെ നമ്മൾ പോലീസ് കോൺസ്റ്റബിളിന്റെ പറഞ്ഞപ്പോഴും സിവിൽ എക്സൈസ് ഓഫീസറുടെ പറഞ്ഞപ്പോഴും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആക്ട് 2 മാർക്കിന് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഡിഗ്രി തല പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം, അതിന്റെ മെയിൻസിന്റെ സിലബസും ഓൾറെഡി PSC അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരുപോലത്തെ ഒരു സിലബസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏകദേശം ഒരുപോലെയാണ് അതിന്റെ ഒരു സിലബസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ളത്. എന്നാൽ വെയിറ്റേജ് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നോക്കാം. ഡിഗ്രി തല കോമൺ പ്രിലിമിനറി എക്സാമിനേഷന് ഹിസ്റ്ററിക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തയ്യാറാക്കിയിട്ടാണ് സിലബസ് വന്നിട്ടുള്ളത്. 10 മാർക്കാണ് ഹിസ്റ്ററിക്ക് വരുന്നത്. ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവയ്ക്കെല്ലാം 5 മാർക്ക് വീതമാണ് പോയിട്ടുള്ളത്. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്നിവയ്ക്കെല്ലാം കൂടെ 10 മാർക്കും. ബേസിക് കമ്പ്യൂട്ടർ 5 മാർക്ക് വരുന്ന ഒരു മേഖലയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക് വരുന്നുണ്ട്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, റീസണിങ് എന്നിവയ്ക്ക് മൊത്തം 20 മാർക്കാണ് വരുന്നത്. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. മലയാളത്തിന് 10 മാർക്കുമാണ് തന്നിട്ടുള്ളത്. ഇനി ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ മെയിൻസിന്റെ പേപ്പർ 1 നമുക്ക് 2 പേപ്പറും ഒരു ഇന്റർവ്യൂവും കൂടി ഉണ്ട് കേട്ടോ. മെയിൻസിന്റെ 2 പേപ്പറും ഒരു ഇന്റർവ്യൂവും കൂടിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പേപ്പർ 1 ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ഏകദേശ സിലബസുമായിട്ട് മാച്ചിങ് ആണ്. നോക്കാം. ഹിസ്റ്ററിക്ക് അത്ര വെയിറ്റേജ് ഇല്ല, 7 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. പ്രിലിംസിന് 10 മാർക്ക് ചോദിച്ചു കൊടുത്ത് മെയിൻസിന് 7 മാർക്കേ ഉള്ളൂ. ജോഗ്രഫി, എക്കണോമിക്സ് എന്നിവയ്ക്ക് 7 മാർക്ക് വീതമാണ്. നമുക്ക് പ്രിലിംസിന് 5 മാർക്കേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ മെയിൻസിനാവുമ്പോൾ 2 മാർക്ക് വീതം കൂടിയിട്ടുണ്ട്. അടുത്തത് അധികമായിട്ട് വന്നൊരു ടോപ്പിക്, ഇവിടെ നമുക്ക് ഈ ഒരു ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നൊരു ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രിലിംസിൽ കൊടുത്തിട്ടില്ലാത്തത്. 7 മാർക്കിനാണ് ഒരു ഭാഗം വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി എന്നീ ഭാഗങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്, 7 മാർക്ക് വീതം. ഓക്കെ. അടുത്തത് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ എന്നീ ഭാഗമാണ്. 8 മാർക്കിനാണ് ചോദിക്കുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് 10 മാർക്കിന് ചോദിച്ചൊരു ഭാഗമാണ്. അത് വെയിറ്റേജ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. സ്പോർട്സ് സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്ക്. ബേസിക് കമ്പ്യൂട്ടർ 6 മാർക്കിനും മാത്സ്, മെന്റൽ എബിലിറ്റി, റീസണിങ് എന്നത് 15 മാർക്കിനുമാണ് ചോദിക്കുന്നത്. പ്രിലിംസിന് നമുക്ക് 20 മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. മെയിൻസിനായപ്പോൾ 15 മാർക്കാണ്. ഇംഗ്ലീഷിന് 13 മാർക്കാണ്. മലയാളത്തിന്റെ വെയിറ്റേജ് കൂടി 13 മാർക്കായിട്ടുണ്ട് കേട്ടോ. മലയാളത്തിന്
പ്രിലിംസിൽ 10 മാർക്കേ ചോദിക്കുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷേ മെയിൻസിനായപ്പോൾ 13 മാർക്ക് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽഡ് സിലബസ് ചോദിച്ചിട്ടുണ്ട്. സിലബസ് ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ ഈ പറയുന്ന പോലെ വെയിറ്റേജ് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ ഡിഗ്രി പ്രിലിംസിൽ അപ്പിയർ ചെയ്യുന്ന മറ്റൊരു എക്സാം ആണ് ഏതാ, SI ഓഫ് പോലീസ് എന്ന് പറയുന്നത്. SI ഓഫ് പോലീസിന്റെ മെയിൻസിന്റെ സിലബസ് ആണ്. ഇവിടെ നമുക്ക് എക്സ്ട്രാ സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സിലബസ് ഏകദേശം സെയിം ആണെങ്കിലും വെയിറ്റേജ് വ്യത്യാസമുണ്ട്. നോക്കിക്കേ, ഹിസ്റ്ററിക്ക് 3 മാർക്കേ ഉള്ളൂ, ജോഗ്രഫി 3 മാർക്ക്, എക്കണോമി 3 മാർക്ക്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6 മാർക്കേ ഉള്ളൂ. നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് 7 മാർക്ക് വരുന്ന ഒരു ഭാഗമാണ്. കറണ്ട് അഫയേഴ്സ് 5 മാർക്ക് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ് 10 മാർക്കേ ഉള്ളൂ, വെയിറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. ജനറൽ ഇംഗ്ലീഷും 10 മാർക്കാണ്, വെയിറ്റേജ് കുറച്ചിട്ടുണ്ട്. റീജിയണൽ ലാംഗ്വേജ് അതായത് മലയാളം 10 മാർക്കാണ്. പ്രിലിമിനറിയിൽ ഉള്ളതുപോലെ തന്നെ 10 മാർക്കിന്റെ വെയിറ്റേജ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് SIയുടെ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട്. എക്സ്ട്രാ ഇവിടെ വന്നിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് സ്പെഷ്യൽ ടോപ്പിക് എന്നത്. 45 മാർക്കിനാണ് SIയുടെ സ്പെഷ്യൽ ടോപ്പിക് ചോദിക്കുന്നത് കേട്ടോ. ബാക്കി സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. സ്പെഷ്യൽ ടോപ്പിക് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഭാഗം മൊത്തം 6 ഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പാർട്ട് 6 വരെയാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 1ന് 5 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഭാരതീയ ന്യായ സംഹിത 2023 ചോദ്യങ്ങളാണ് ഈ ഒരു പാർട്ട് 1ൽ ഉൾപ്പെടുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് 5 മാർക്കിന്റെ ചോദ്യമാണ് പ്രതീക്ഷിക്കാവുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 5 മാർക്കിന് തന്നെ ചോദ്യം വരുന്ന ഭാഗമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023. ഡീറ്റെയിൽസ് ഇവിടെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത നോക്കുകയാണെങ്കിൽ പാർട്ട് 3. പാർട്ട് 3ൽ എന്താണ് ചോദിക്കുന്നത്? പാർട്ട് 3ല് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 5 മാർക്കിന് തന്നെയാണ് ചോദിച്ചത്. ഈക്വൽ വെയിറ്റേജ് ആണ് കേട്ടോ. 5 മാർക്കിന് തന്നെയാണ് ചോദിച്ചത്. പാർട്ട് 4 2 ഭാഗങ്ങളായി മാറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് RTI 2005 3 മാർക്കിന് ചോദിക്കും. അതുപോലെ പാർട്ട് 4 രണ്ടാമത്തെ ഭാഗം 7 മാർക്കിനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഭാഗം വിശദമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാർട്ട് 5നും 2 ഭാഗമുണ്ട്. ഒന്നില് വരുന്നത് 3 മാർക്കിന് ചോദ്യം വരുന്ന ഭാഗമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് IT ആക്ടിനെ കുറിച്ച് ഭാഗം 5.1 ചോദിക്കും. അതുപോലെ 5.2 ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ് 7 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഭാഗം അത്രയും മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള ഒരു ഭാഗമാണ്. അടുത്തത് പാർട്ട് 6 10 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് പാർട്ട് 6. ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി ആണ് ഇവിടെ ചോദിക്കുന്നത്. ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി പാർട്ട് 6ൽ 10 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ഇത്രയേറെ കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിതിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. സിലബസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതും അതുപോലെ നിങ്ങൾക്ക് ഏത് തരം ക്ലാസ്സുകളാണ്, ഏത് പരീക്ഷയ്ക്കായിട്ടുള്ള ക്ലാസ്സുകളാണ് ആവശ്യമെന്ന് അറിയുക എന്നതുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുവിധപ്പെട്ട പരീക്ഷകളുടെയൊക്കെ സിലബസ് ഏകദേശം സെയിം ആണ്, എന്നാലും കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ മിക്ക പരീക്ഷകളുടെയും എക്സാമിനേഷൻ ഡേറ്റ്സ് PSC ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഏത് പരീക്ഷയാണ് ഉറ്റുനോക്കുന്നത്, അതുപോലെ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ തയ്യാറെടുക്കാൻ താല്പര്യപ്പെടുന്നത്, ഏത് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.